നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ എല്ലാവരുടെയും പ്രിയ ഭക്ഷണമാണ് പൊറോട്ടയും കറിയും. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വളരെ പ്രിയപ്പെട്ട പൊറോട്ടയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സോഫ്റ്റായതും ലെയർ ആയിട്ടുള്ളതുമായ പൊറോട്ടയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. പൊതുവെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ മാവ് ഇങ്ങനെ വീശി അടിച്ചിട്ടാണ് അത് ലെയറായിട്ടുള്ള പൊറോട്ട തയ്യാറാക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ആ രീതിയിലല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ മാവ് കുഴച്ച് പൊറോട്ട തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് ഇവിടെ കാണിക്കുന്നത്. പൊറോട്ടയ്ക്കുള്ള മാവ് ആദ്യം നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് എണ്ണയും 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 3 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1/2 കപ്പ് മൈദ മാവും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 3.5 കപ്പ് മൈദ മാവാണ് ഞാൻ ഇത്രയും വെള്ളത്തിന് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട് ഈ രീതിയിൽ പറ്റും. അധികം ബലം കൊടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് ഈ രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ 1 ടീസ്പൂൺ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഒരു സ്വല്പം വെള്ളമയം വേണമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു സ്വല്പം എണ്ണ തൂത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഈ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മളിത് ഒന്നുകിൽ നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കുക, അതല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഇട്ട് അടച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വെക്കണം. മാറ്റി വെച്ചാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരികയുള്ളൂ. അതിനുശേഷം നമുക്ക് ബോളാക്കാം. ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ മാവ് എടുത്തിട്ട് വീണ്ടും സ്വല്പം എണ്ണ ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു നൈഫ് വെച്ചിട്ട് നമുക്കിത് ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത മാവ് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റി വെക്കുക. ആ ഉരുളകൾ ഒരു ബൗളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീരെ ചെറിയ ചപ്പാത്തിയുടെ അളവിനുള്ള ഉരുളകളായിരിക്കരുത്. സ്വല്പം വലിപ്പമുള്ള ഉരുളകളായിരിക്കണം ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ റൊട്ടിയായിട്ട് പരത്തുകയാണ്. ഒരുപാട് വലിപ്പം വേണ്ട, വളരെ ചെറിയ വലിപ്പത്തിലാണ് പരത്തുന്നത്. അങ്ങനെ ഒരെണ്ണം പരത്തി മാറ്റി വെച്ചിട്ട് വേറൊരു ഉരുള എടുത്ത് അതും അതേ വലിപ്പത്തിൽ പരത്തുകയാണ്. ഇനി നമ്മൾ ആദ്യം പരത്തിയ റൊട്ടിയുണ്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദാമാവ് ഇങ്ങനെ തൂകി കൊടുക്കുക. മൈദാമാവ് തൂകിയതിന് ശേഷം സെക്കൻഡ് റൊട്ടി അതിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്യുക. വീണ്ടും അതിൻ്റെ മുകളിൽ എണ്ണ തൂക്കുക, മൈദാമാവ് ഇടുക, വീണ്ടും വേറെ റൊട്ടി അതിൻ്റെ മുകളിൽ വെക്കുക. ഈ പ്രോസസ്സിലാണ് നമ്മൾ മുഴുവൻ റൊട്ടിയും അതേ രീതിയിൽ പ്രസ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ എണ്ണ തൂക്കുക, നന്നായിട്ട് എണ്ണ തൂത്ത് നന്നായിട്ട് പൊടിയും വിതറിയതിന് ശേഷം മാത്രമേ നമ്മൾ മുകളിൽ വെക്കാൻ പാടുള്ളൂ. എനിക്ക് ഏകദേശം 8 റൊട്ടിയായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അത് മുഴുവനും അതേ രീതിയിൽ ഞാൻ എണ്ണ തേച്ച് പൊടി വിതറി സ്പ്രെഡ് ചെയ്ത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇത് പരത്തി എടുക്കണം. ഇനി ഇത് മുഴുവനും നമുക്ക് പരത്തി എടുക്കണം. ഞാനൊരു ബട്ടർ പേപ്പറിലാണ് ഇത് പരത്തുന്നത്, കാരണം കുറച്ച് വലിപ്പത്തിൽ പരത്തി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു ബട്ടർ പേപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ട് നല്ല വലിപ്പത്തിൽ പരത്തി എടുക്കുകയാണ്. എത്ര തിന്നാക്കി പരത്താൻ പറ്റുമോ അത്രയും തിന്നാക്കി തന്നെ പരത്തിയെടുക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് പരത്തിയതിന് ശേഷം ഇത് ചെറിയ സ്ട്രിപ്സായിട്ട് മുറിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഇത് പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ നല്ല വലിപ്പത്തിൽ പരത്തിയിട്ടുണ്ട്. ഇനി ഇത് ഒരു നൈഫ് എടുത്തിട്ട് അതിൻ്റെ സഹായത്തോടു കൂടി ചെറിയ സ്ട്രിപ്സായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നീളത്തിൽ ഇങ്ങനെ വരഞ്ഞ് മുറിച്ചെടുത്തിട്ട്
അത് വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്യാം. ഇനി അതിൽ നിന്ന് ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് നമുക്ക് ചുരുട്ടിയെടുക്കണം. അതിന് കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് മാവ് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്, വലിഞ്ഞു വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ട് ചുരുട്ടിയെടുത്തിട്ട് ഈ ഷേപ്പിൽ, സ്പൈറൽ ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇതേ രീതിയിൽ ഞാൻ എല്ലാ സ്ട്രിപ്സും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം എനിക്കിവിടെ 10 പൊറോട്ടയോളം ഉണ്ടാക്കാനുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും അതേ രീതിയിൽ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക. ഇങ്ങനെ ചുരുട്ടിയെടുത്ത ബോൾസ് ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് ഓരോ ബോൾസ് വീതം എടുത്തിട്ട് പരത്തിയെടുക്കാൻ പോവാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അധികം കനം കുറയ്ക്കാതെ കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യുകയും ചെയ്യരുത്. ഇങ്ങനെ പരത്തിയെടുത്ത പൊറോട്ട ഞാൻ ചൂടായ തവയിലേക്കിട്ട് ചുട്ടെടുക്കുകയാണ്. ഇവിടെ ഞാൻ തവയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ എണ്ണ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് ലെയറായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് ആ സൈഡ് നന്നായിട്ട് ചുട്ട് കിട്ടി കഴിയുമ്പോൾ, വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയും അടുത്ത പൊറോട്ടയും അതുപോലെ തന്നെ ചുട്ടെടുക്കുക. ഈ രീതിയിൽ ഒരു 3-4 പൊറോട്ട ചുട്ടെടുത്ത് കഴിയുമ്പോൾ നമുക്കത് ഒന്നിച്ച് വെച്ചിട്ട് അടിച്ചെടുക്കാം. ചെറിയ ചൂടോടെ തന്നെ 4-5 പൊറോട്ട ഒരുമിച്ച് വെച്ചിട്ട് ഇതേ രീതിയിൽ 2 സൈഡിലും കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പൊറോട്ട എല്ലാം നല്ല ലെയറായിട്ട് വിതർന്ന് വരും. അപ്പോൾ ചൂടോടെ തന്നെ ഇത് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയത് ലെയറായിട്ടുള്ള നല്ല കേരള പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പൊറോട്ടയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.